നവകേരളം, നന്മയുള്ള കേരളം, വികസന വസന്തത്തിന്റെ 10 വർഷങ്ങൾ. LDF സർക്കാർ തുടർഭരണത്തിന്റെ 10 വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ്. കേരളത്തിൽ വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും സുവർണകാലമാണ് ഈ 10 വർഷക്കാലം. നവകേരള നിർമ്മിതിക്കായുള്ള ഈ യാത്ര ഇടതുപക്ഷത്തിനൊപ്പം തുടരേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിലാണ് കേരളം. വിസ്മയമായ വിഴിഞ്ഞം. അങ്ങനെ നമ്മൾ ഇതും നേടി. ഇത് കേരളത്തിൻ്റെ ദീർഘകാലമായ സ്വപ്നമാണ്. എല്ലാ രീതിയിലും അഭിമാനകരമായ നിമിഷം. കഴിഞ്ഞ 10 വർഷക്കാലത്തെ LDF സർക്കാരിന്റെ ഏറ്റവും വലിയ സംഭാവനകളിലൊന്ന് വിഴിഞ്ഞം തുറമുഖമാണെന്ന് നിസ്സംശയം പറയാം. കേരളത്തെ ലോക വ്യാപാര ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ വിഴിഞ്ഞം കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന സ്വപ്ന പദ്ധതിയാണ്. LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ വിഴിഞ്ഞം ഒരു പദ്ധതി മാത്രമായിരുന്നു. അതിനെ തുറമുഖമായി രൂപാന്തരപ്പെടുത്തിയത് LDF സർക്കാരിന്റെ ഇച്ഛാശക്തിയും ദൃഢനിശ്ചയവും കൊണ്ടാണ്. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ട് എന്ന് പറയുമ്പോൾ ലോകത്തെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന പോർട്ടുകളിൽ ഒന്നായി ഇന്ത്യയുടെ ഈ പോർട്ട് മാറുകയാണ്. നാടിൻ്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവുമാണ് നമുക്ക് ഇത്തരം പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിയുന്നത്. ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി വിഴിഞ്ഞത്തിന്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. രാജ്യത്തെ ആദ്യ സമർപ്പിത ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖവും ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖവുമാണ് വിഴിഞ്ഞം. അന്താരാഷ്ട്ര കപ്പൽ ചാനലിൽ നിന്ന് 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെ പ്രകൃതിദത്തമായ ആഴമുള്ള വിഴിഞ്ഞം തുറമുഖം ലോകത്തിന്റെ ശ്രദ്ധയാകർഷിക്കുന്നു. ഇന്ത്യൻ കണ്ടെയ്നർ നീക്കത്തിന്റെ 75% ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖമായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. വിഴിഞ്ഞം സജ്ജമാവുന്നതോടെ കൊളംബോ തുറമുഖം കൈകാര്യം ചെയ്യുന്ന നല്ലൊരു ഭാഗം ഇന്ത്യൻ ട്രാൻസ്ഷിപ്മെന്റിന്റെ കാർഗോയും വിഴിഞ്ഞത്തേക്ക് എത്താനുള്ള വഴിയൊരുങ്ങും. 10,000 കോടി രൂപയിലധികം വാർഷിക വരുമാനം ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നു. രാജ്യത്തൊരു സംസ്ഥാന സർക്കാരിന് ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ള തുറമുഖം. പദ്ധതി ചെലവിന്റെ 2/3 ഭാഗവും സംസ്ഥാന സർക്കാരിന്റെ വിഹിതമാണ്. 8,867 കോടി രൂപയാണ് ചെലവ് കണക്കാക്കിയത്. സംസ്ഥാന സർക്കാർ വിഹിതം 5,595 കോടി രൂപ. അദാനി പോർട്ട് ലിമിറ്റഡ് 2,454 കോടി രൂപ മുടക്കി. കേന്ദ്രത്തിന്റെ ഒരു ചില്ലി പൈസയുടെ സഹായം കിട്ടിയില്ല. 818 കോടി രൂപ VGF വായ്പയായാണ് കേന്ദ്രം അനുവദിച്ചത്. ഇത് 12,000 കോടി രൂപയായി കേരളം തിരിച്ചടയ്ക്കേണ്ടി വരും. തൂത്തുക്കുടി പോലെയുള്ള തുറമുഖങ്ങൾക്ക് നൽകിയ സഹായം വിഴിഞ്ഞത്തിന് നൽകിയില്ല. 2ാം ഘട്ടത്തിൽ 10,000 കോടിയുടെ നിക്ഷേപമാണ് ഉദ്ദേശിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2045 പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടത്. എന്നാൽ 2028 തന്നെ ഇത് പൂർത്തിയാക്കാനാകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിശ്ചയിച്ചതിനേക്കാൾ 17 വർഷം മുൻപേ പദ്ധതി പൂർത്തിയാകുന്നു എന്നുള്ളതും ഒരു അത്ഭുതമാണ്. 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമ്പോൾ വിഴിഞ്ഞം ലോകത്തിലെ മുൻനിര തുറമുഖങ്ങളിലൊന്നായി മാറും. 15 ലക്ഷം TEU-ൽ നിന്ന് തുറമുഖ ശേഷി 50 ലക്ഷം TUE ആയി വർദ്ധിക്കും. നിലവിലുള്ള 800 മീറ്റർ ബർത്ത് 2000 മീറ്ററായി വികസിക്കും. അതോടെ രാജ്യത്തെ ഏറ്റവും നീളമുള്ള ബർത്ത് വിഴിഞ്ഞം തുറമുഖത്തിന് സ്വന്തമാകും. ഒരേ സമയം 5 മദർഷിപ്പുകൾക്ക് വരെ പോകാനുള്ള സാഹചര്യം ഒരുക്കും. വിഴിഞ്ഞം അനന്തമായ സാധ്യതകളാണ് തുറന്നിടുന്നത്. 5 ലക്ഷത്തിലേറെ തൊഴിലവസരങ്ങൾ പ്രതീക്ഷിക്കുന്നു. ലോജിസ്റ്റിക്കുമായി ബന്ധപ്പെട്ട് പാക്കിംഗ് മുതൽ ഉയർന്ന വിദ്യാഭ്യാസം നേടിയ ഉദ്യോഗാർത്ഥികൾക്ക് വരെ തൊഴിലവസരമുണ്ട്. റെയിൽ കണക്ടിവിറ്റിയും റോഡ് വഴിയുള്ള ചരക്ക് നീക്കവും യാഥാർത്ഥ്യമാക്കാൻ നടപടികൾ സ്വീകരിച്ചു വരുന്നു. അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ വ്യാവസായിക വളർച്ചയിൽ ഒരു കുതിച്ചുചാട്ടം വിഴിഞ്ഞത്തിലൂടെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്.
വികസന പാതയൊരുക്കിയ ദേശീയപാത. സാധ്യമല്ല എന്നു കരുതി ഉപേക്ഷിക്കപ്പെട്ട പ്രധാന പദ്ധതിയായിരുന്നു ദേശീയപാത വികസനം. UDF സർക്കാർ സ്ഥലം ഏറ്റെടുക്കാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ഉപേക്ഷിച്ച പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് LDF സർക്കാരിന്റെ ശക്തമായ ഇടപെടൽ കൊണ്ടാണ്. 2016 അധികാരത്തിൽ വന്ന LDF സർക്കാർ ദേശീയപാത വികസനത്തിന്റെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ തീരുമാനിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ വിചിത്രമായ ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചു. ഭൂമി ഏറ്റെടുക്കാൻ ഉള്ള തുകയുടെ 25% സംസ്ഥാനം വഹിക്കണമെന്നാണ് കേന്ദ്രത്തിന്റെ ആവശ്യം. നാളിതുവരെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനുമേലും കേന്ദ്രം ഇത്തരമൊരു നിർദ്ദേശം വച്ചിട്ടില്ല. കേന്ദ്ര നിർദ്ദേശം കേട്ട് പദ്ധതിയിൽ നിന്നും സംസ്ഥാനം പിന്തിരികയായിരുന്നില്ല. സധൈര്യം ആ വെല്ലുവിളി ഏറ്റെടുത്തു. ദേശീയപാത വികസനത്തിനായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുക ചിലവഴിച്ച സംസ്ഥാനം കേരളമാണ്. 5580.74 കോടി രൂപയാണ് കേരളം ചെലവാക്കിയത്. കേരളം പോലൊരു ചെറിയ സംസ്ഥാനത്തെ ദേശീയപാതയുടെ ദൈർഘ്യവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇത് വലിയ തുകയാണ്. കടുത്ത സാമ്പത്തിക പ്രയാസങ്ങൾ നേരിടുന്ന ഒരു സംസ്ഥാനമാണ് നാടിന്റെ സമഗ്ര വികസനമെന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ ഈ അസാധാരണമായ സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്തത് എന്നോർക്കണം. കേന്ദ്ര സർക്കാർ നിർവഹിക്കേണ്ട ഒരു ചുമതലയാണ് സംസ്ഥാനം ഏറ്റെടുത്തത്. കിഫ്ബിയിലൂടെയാണ് ഇതിനാവശ്യമായ തുക സംസ്ഥാന സർക്കാർ സമാഹരിച്ചത്. കേന്ദ്ര സർക്കാർ ഈ തുകയും സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽപ്പെടുത്തി. വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുന്ന ദ്രോഹകരമായ നിലപാടും സ്വീകരിച്ചു. 580 കിലോമീറ്ററോളം വരുന്ന ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തിയായി വരുന്നു. 45 മീറ്ററിൽ 6 വരിപ്പാതയായി നിർമ്മിക്കുന്ന ദേശീയപാത വികസനം പൂർത്തിയായി കഴിയുമ്പോൾ കേരളത്തിന്റെ മുഖച്ഛായ മാറുകയാണ്. തിരുവനന്തപുരം കാസർഗോഡ് യാത്രാ സമയം 9 മണിക്കൂറായി ചുരുങ്ങും. മലയാളികളുടെ ജീവിതത്തിന്റെ വേഗവും താളവും വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ദേശീയപാതയുടെ വികസനം കേരളത്തിന്റെ ഭാവി വികസന യാത്രയിലേക്കുള്ള നിർണായകമായ ചുവടുവയ്പായിരിക്കും. ഇതിനു പുറമെയാണ് 793.68 കിലോമീറ്റർ ദൂരത്തിൽ മലയോര ഹൈവേ നിർമ്മാണം പൂർത്തിയായി വരുന്നു. 652 കിലോമീറ്റർ ദൂരത്തിൽ തീരദേശ ഹൈവേ നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളും ഇതോടൊപ്പം പുരോഗമിക്കുന്നു. വിഴിഞ്ഞം തുറമുഖം, ദേശീയപാത വികസനം, തീരദേശ ഹൈവേ, മലയോര ഹൈവേ. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലെ ഈ കുതിച്ചുചാട്ടം കാണാതിരിക്കാനാകുമോ? നവകേരളത്തിന്റെ ഈ വികസന യാത്ര നമുക്ക് തുടരേണ്ടതുണ്ട്. ഇടതുപക്ഷമാണ് ആ യാത്രയിൽ നമുക്ക് വഴികാട്ടുന്നത്. ഇടതുപക്ഷം തുടരട്ടെ, കേരളം വളരട്ടെ.